ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ രാത്രിയിൽ നിങ്ങളുടെ മുൻപിലായിരിക്കുവാനും ദൈവവചന വിചിന്തനം ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം കനിഞ്ഞു നൽകിയ ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളിൽ ഏറ്റവും ചെറിയവനായ എനിക്കും ഈ ദൈവഭൃത്യന്മാരോടൊപ്പം നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഒരു സാവകാശം ഒരുക്കി നൽകിയതിനെ ഓർത്തും ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ നിലയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുകയാണ്. കഴിഞ്ഞ രാത്രിയിലും ആ നിലയിൽ ദൈവവചനം പങ്കുവെക്കുവാനും ഇന്നും ദൈവവചനം പങ്കുവെക്കുവാനും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വിളിച്ചറിയിക്കുവാനും അയോഗ്യനായ എന്നെ ദൈവം യോഗ്യനാക്കി ദൈവസന്നിധിയിൽ ആക്കി വെച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശേഷാൽ ഈ ചിറ്റിക്കോണം ബ്രദറൻ സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നിലയിൽ ഈ സുവിശേഷ യോഗത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആ നിലയിൽ ശുശ്രൂഷിക്കുവാൻ ഒരവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ പ്രിയപ്പെട്ടവരോട് നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഓർമ്മിപ്പിക്കുവാനിടയായി ഈ സ്ഥലം സഭയുമായി ഒരാത്മീക ബന്ധം എനിക്കുണ്ട്. ഇവിടെയായിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ വിജയദാസ് അങ്കിൾ കാണുമ്പോഴൊക്കെയും ആത്മീകപരമായി പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കുകയും ചെയ്യുന്നതാണ്. ഈ സ്ഥലം സഭയിലെ മറ്റ് സുവിശേഷകനായ കർത്താവിൻ്റെ ദാസൻ ഷിബിൻ ഞങ്ങൾക്കും ഒരാത്മീക ബന്ധം സ്വർഗത്തിലെ ദൈവം നൽകിയിട്ടുണ്ട്. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കുവാനും കഴിഞ്ഞ നാളുകളെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു വസ്തുത, പ്രിയ സഹോദരനുമായൊക്കെ പ്രാർത്ഥനയിൽ അനേക സമയങ്ങൾ ചിലവഴിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ട്. ആ നിലയിൽ പ്രിയ സഹോദരന്മാരായി നല്ലൊരു ആത്മീക ബന്ധമുണ്ട്. ഞാൻ അതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ നിലയിൽ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ ഈ സഭയിലെ പ്രധാനപ്പെട്ടവരോട് ഉത്തരവാദിത്തപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. അല്പനേരത്തെ വചന വിചിന്തനത്തിനായി ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 13-ാമത്തെ അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായി വായിക്കാം. മരണത്തിന് ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലേണം എന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്നിറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവരിപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ സാക്ഷികളാകുന്നു. നാം ഇവിടെ വായിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൻ്റെ 1ാം മിഷണറി യാത്രയാണ്. നാം ഇന്നലെ അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടയായി. ദൈവം അദ്ദേഹത്തോട് ഇടപെട്ടതായ രീതിയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന വിധവും നാം ഇന്നലെ ഓർക്കുവാനിടയായി. എന്നാൽ ആത്മഭാരത്താൽ വിതുമ്പി നിൽക്കുന്ന അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ ഘോഷണത്തിനായി പോകുന്ന അലംഘനീയമായ സന്ദർഭമാണ് 13-ാമത്തെ അധ്യായത്തിൽ പ്രമേയ വിഷയം. 13-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവർത്തികൾ 13-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ബർന്നബാസും തൻ്റെ സഹോദരനായ യോഹന്നാൻ മർക്കോസും കൂടി പരിശുദ്ധാത്മാവ് അവരെ ഭരമേൽപ്പിച്ചതായ ശുശ്രൂഷ നിർവഹിക്കുവാൻ ഈ സുവിശേഷത്തിൻ്റെ ദീപശിഖ ഉയർത്തിക്കൊണ്ട് അവർ പ്രയാണം ചെയ്യുകയാണ്. ആ നിലയിൽ സിലുക്കിയ എന്ന് പറയുന്ന ദേശത്തിലേക്ക് അവർ കടന്നു വന്നു.
അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് വീണ്ടും അവർ പ്രയാണം ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം ദൈവവചനം പ്രഘോഷണം ചെയ്തു. അതിനുശേഷം പാംഫുല്യ എന്ന് പറയുന്ന മറ്റൊരു ദേശത്തിലേക്ക് അവർ പോയി. അവിടെയും ദൈവത്തിൻ്റെ വചനം അലംഘനീയമായി ഈ പൗലോസ് പ്രസ്താവിച്ചു. നാം അവിടെ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് അവർ വിശ്വസിച്ചു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന ജനം ഈ കർത്താവിൽ വിശ്വസിച്ചതായി നാം കാണുന്നുണ്ട്. പിന്നെ അവിടെ നിന്നും അവർ പെർഗ എന്ന് പറയുന്ന ദേശത്തേക്ക് കടന്നുപോയി. അങ്ങനെ ചെന്ന സമയത്ത് അന്ന് ശബത്ത് നാളിൽ ന്യായാധിപ സംഘത്തോടൊപ്പം തന്നെ അവർ സിനഗോഗിൽ ചെല്ലുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസും സഹോദരന്മാരും പ്രവചന പുസ്തകവും അതുപോലെ തന്നെ ന്യായപ്രമാണ പുസ്തകങ്ങളും വായിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ ഈ പൗലോസിനോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനമുണ്ട് എങ്കിൽ അത് പറവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് ശേഷം സഹോദരന്മാരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് വലിയൊരു പ്രബോധനം സംസാരിക്കുന്നതാണ് നമുക്ക് താഴേക്കുള്ള വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ആ അപ്പോസ്തലനായ പൗലോസ് പ്രബോധനത്തിൽ പ്രബോധിപ്പിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിർമ്മലമായ സുവിശേഷം ആയിരുന്നു. സുവിശേഷത്തിൻ്റെ കാതലായ, സുവിശേഷത്തിൻ്റെ കേന്ദ്രബിന്ദുവായ, സുവിശേഷത്തിൻ്റെ നടുനായകത്വം നിൽക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് അവിടെ വിവരിച്ച് പറയുന്നത്. പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും ഊന്നൽ കൊടുത്തു പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം എന്നുള്ള വിഷയമാണ്. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവമോ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രിയിലും എനിക്കും അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുവാനുള്ളത്. നമ്മുടെ കർത്താവ് പുനരുദ്ധാനം ചെയ്തവനാണ്, അഥവാ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ആ രാത്രിയിൽ മഹാപുരോഹിതന്മാരും ചേകവന്മാരും മൂപ്പന്മാരുമായി ആ ഗദസമന പൂങ്കാവനത്തിലേക്ക് പടയാളികളാൽ കടന്നു വരികയാണ്. അവരുടെ കൈകളിൽ തീപ്പട്ടി ബന്ധങ്ങളും കുന്തങ്ങളും എല്ലാം ആ സജ്ജീകരണവുമായി കർത്താവുള്ളതായ ഗദസമന തോട്ടത്തിലേക്ക് പോകുകയാണ്. ആ ഗദസമന പൂങ്കാവനത്തിൽ വെച്ച് തൻ്റെ ശിഷ്യനായ യൂദ തൻ്റെ ഗുരുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഗുരുവെന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഈ യൂദയെ കൈപിടിച്ച് നടത്തിയ ഈ ഗുരുവിനെ ഈ യൂദ തന്നെ ഒറ്റിക്കൊടുക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ശേഷം മതകോടതികളും സിവിൽ കോടതികളും മാറി മാറി ഈ കർത്താവിനെ വിസ്തരിച്ചു. നാം വായിക്കുന്നുണ്ട്, അവനിൽ കുറ്റമൊന്നും കാണുന്നില്ല. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് അടിവരയിട്ട് അവിടെയുണ്ടായിരുന്ന സഹോദരന്മാരോട് പറഞ്ഞത്. മരണത്തിന് ഹേതുവായത് ഒന്നും അവനിൽ കണ്ടില്ല എന്ന് നാം വായിക്കുകയാണ്. ഈ മരണത്തിന് ഹേതുവായ ഒന്നും പൗലോസ് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ കാണാതിരുന്നപ്പോൾ പോലും ഈ കർത്താവിനെ അന്നത്തെ യഹൂദന്മാര് ആക്രോശിച്ചു, ഇവനെ കൊല്ലുക. ആ കർത്താവായ യേശുക്രിസ്തുവിനെ അന്നത്തെ പന്തിയോസ് പീലാത്തോസ് മരണശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണവും നമുക്കറിയാം, ആ കാൽവറയുടെ ക്രൂശിൽ വേദന ഉളവാക്കിയ ശാപഗ്രസ്തമായ ഒരു മരണമായിരുന്നു എന്നുള്ളതാണ്. കാൽവറയുടെ ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യേ ഒരു പെരുങ്കള്ളൻ എന്ന പോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവിടുന്ന് തലകൾ ചായ്ച്ച് മരിക്കുവാനായിട്ട് ഇടയായി. അതിനുശേഷം ആ മൊട്ടക്കുന്നിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ആരെയും വെച്ചിട്ടില്ലാത്ത അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ ഈ കർത്താവിനെ അടക്കം ചെയ്തതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു മരണത്താൽ ഒതുങ്ങപ്പെട്ടു പോയ ഒരു വ്യക്തിയല്ല.
കർത്താവായ യേശു ക്രിസ്തുവിനെ കേവലം കല്ലറയ്ക്കുള്ളിൽ ഒതുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു വിജയത്തിന്റെ ഭേരങ്കി മുഴക്കിക്കൊണ്ട്, മരണത്തിന്റെ ശിലകളെ ഭേദിച്ചുകൊണ്ട് തുംഗപ്രതാപത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവിന്റെ ദാസന്മാരിൽ ഒരു വ്യക്തിയുടെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ, ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ പിടിച്ചുകെട്ടി പൊതിഞ്ഞുകെട്ടി അദ്ദേഹത്തെ അടച്ചു വെച്ചാലും മരണത്തിന്റെ ശിലകളെ ഭേദിച്ചുകൊണ്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ മധുരയിലെ മധുരഗായകൻ എന്ന് അറിയപ്പെട്ട എം ഇ ചെറിയൻ സാറ് പാടിവെച്ചത്, ഉലക മഹാന്മാർ അഖിലരും ഉറങ്ങുമ്പോൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഇന്നും ഉയരത്തിൽ വാണുകയാണ്. സ്തോത്രം. അതെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയരത്തിൽ വാഴുന്ന ഉന്നതനായ ദൈവമാണ്. അവിടുന്ന് മരിച്ചവനെങ്കിലും മരണത്തെ വെന്ത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തവനാണ്. എന്താണ് പുനരുദ്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ? പുനരുദ്ധാനം അതിൻ്റെ ആശയം മാത്രം പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകട്ടെ. അതിൻ്റെ ആശയം എന്ന് പറയുന്നത്, പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം ജീവൻ തിരിച്ച് ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുനർജന്മമല്ല. പുനരുദ്ധാനം എന്ന് പറഞ്ഞാൽ മരിച്ച ശരീരം വീണ്ടും ജീവിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഈ കർത്താവിന്റെ മരണം പലരും പറയും അത് കാൽവറിയുടെ ക്രൂശിൽ നിശ്ചയമായി സംഭവിച്ചതായ മരണമാണ്. എന്നാൽ അത് അപകടകരമായ മരണമെന്നോ അത് ശാപഗ്രസ്തമായ മരണമെന്നോ അത് പരാജിതന്റെ ധീരരോധനമോ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയുന്ന അനേകരുണ്ട്. എന്നാൽ പൗലോസ് തന്നെ ആ മരണത്തെക്കുറിച്ച് പറയുന്നത്, അവൻ കാൽവറിയുടെ ക്രൂശിൽ വിജയത്തിന്റെ ഭേരങ്കി മുഴക്കി എന്നുള്ളതാണ്. ആ മരണത്തെ വെന്ത് അവൻ ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ അഥവാ ഈ പുനരുദ്ധാനത്തെ കുറിച്ച് ഇന്നത്തെ ലോക ജനതകൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ പുനരുദ്ധാനം ഒരു കെട്ടുകഥയാണ് എന്ന് വിശ്വസിക്കുന്ന, പറഞ്ഞു പരത്തുന്നതായ ഒരു കൂട്ടം ജനം നമുക്ക് അറിവുള്ളവരാണ്. അത് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഉയർപ്പ്, പുനരുദ്ധാനം എന്ന് പറയുന്നത് ഈ പടയാളികൾ മെനഞ്ഞുണ്ടാക്കിയതായ ഒരു കെട്ടുകഥയെന്ന് പലരും പറയുന്നുണ്ട്. ഈ പുനരുദ്ധാനം കർത്താവായ യേശു ക്രിസ്തുവിന്റെ താൻ മരിച്ചപ്പോൾ കല്ലറയിൽ വെച്ചപ്പോൾ അവൻ സ്വാഭാവികമായി മരിക്കുകയായിരുന്നില്ല, കേവലം അവന്റെ ബോധം നഷ്ടപ്പെട്ടതാണ് എന്ന് പലരും പറയുന്നുണ്ട്. ഈ കല്ലറയിൽ വെച്ചപ്പോൾ ഈ സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ തന്നെ ഈ തണുത്ത കല്ലറയ്ക്കുള്ളിലെ തണുപ്പേറ്റപ്പോൾ കർത്താവ് സ്വാഭാവികപരമായി ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, കർത്താവിന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി അവൻ പിന്നീട് എവിടെയോ ജീവിച്ചു എന്നുള്ളതായ അബദ്ധധാരണകൾ ഇന്നത്തെ 21-ാമത്തെ നൂറ്റാണ്ടിലും പരക്കെ പരതുന്നുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, പത്രോസ് അപ്പോസ്തലന്റെ പ്രസംഗവും അത് തന്നെയാണ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എന്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നവനാണ്. ഇങ്ങനെയൊരു വ്യക്തി പ്രഭാവത്തെ ഇന്നലെയുടെ ലോകത്ത് നോക്കിയാൽ കാണുകയില്ല. ഇങ്ങനെയൊരു വ്യക്തി പ്രഭാവത്തെ നാളെയുടെ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഉയർത്തെഴുന്നേറ്റ വ്യക്തിയെ, ഇങ്ങനെയൊരു വ്യക്തി പ്രഭാവത്തെ ഇന്നിന്റെ ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കാരണം എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അങ്ങനെയെങ്കിൽ ഈ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവുകളുണ്ടോ? ഇന്നത്തെ ജനത്തോടൊക്കെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടോ? പൗലോസ് പ്രസംഗിക്കുന്നു, ശരിയാണ്. ഇന്നത്തെ ദൈവദാസന്മാര് പ്രസംഗിക്കുന്നത് ശരിയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും വല്ല കഴമ്പുകളുണ്ടോ? അതോ ഇത് കേവലം കെട്ടുകഥകൾ മാത്രമാണോ? ഉണ്ട്, ഇതിന് തെളിവുകളുണ്ട്. ഇന്ന് രാത്രിയിൽ വളരെ വേഗത്തിൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ 4-5 തെളിവുകൾ വേഗത്തിൽ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വേദഭാഗം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ
മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെയും യേശുവിനോ പ്രിയനായ മറ്റേ ശിഷ്യന്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതിന് ശേഷം അവനെ കല്ലറയിൽ വെച്ച് 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെ മഗ്ദലക്കാരത്തി മറിയ ഓടിച്ചെല്ലുകയാണ്. എന്തിനു വേണ്ടി? തെല്ലുമൊന്ന് ഈ കർത്താവിനെ ഒന്ന് കാണണം എന്നുള്ളത്. കാരണം തന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ തന്നെ കർത്താവ് പരസ്യമായി പ്രസ്താവിച്ചു, എന്നെ അവർ പിടിക്കും, അവരടിക്കും, അവരെന്നെ മരണത്തിന് ഏൽപ്പിക്കും, എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കർത്താവ് അലംഘനീയമായി തന്നെ പറഞ്ഞു. ഇവിടെ മഗ്ദലക്കാരത്തി മറിയ ഓടിച്ചെല്ലുകയാണ്. അങ്ങനെ ഓടിച്ചെല്ലുമ്പോൾ മറിയയുടെ ഹൃദയത്തിൽ വലിയൊരു വേവലാതി. എന്താണ്? ആർ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ആ കല്ലറ ഉരുട്ടി മാറ്റും? അത് മാത്രമല്ല, ആ കല്ലറയ്ക്കുള്ളിൽ വെച്ചിരിക്കുന്ന അന്നത്തെ റോമാ മുദ്രയെ ആർക്ക് പൊട്ടിക്കുവാനായിട്ട് കഴിയും? ആർക്കും കഴിയുകയില്ല. ഇതൊക്കെ വേവലാതിയോടുകൂടെ തന്നെ മഗ്ദലക്കാരത്തി മറിയ കടന്നു പോകുകയാണ്. അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിലേക്ക് കടന്നു പോകുകയാണ്. എന്നാൽ അവിടെ നിന്നും ആ മറിയ കണ്ടതെന്താണ്? ആരോ ഈ കല്ലറ ഉരുട്ടി മാറ്റിയിരിക്കുകയാണ്. ആ മുദ്രയെ ആരോ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ശേഷം പത്രോസ് അപ്പോസ്തലൻ ഓടി വരികയാണ്. പത്രോസ് അപ്പോസ്തലൻ ഈ കവാടത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് വളരെയധികം വിസ്മയിക്കുവാനായിട്ട് ഇടയായി. യോഹന്നാൻ ഓടി വന്നു. യോഹന്നാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, അതാ ആ കല്ലറ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ആ കല്ലറ തുറക്കപ്പെട്ടിരിക്കുമ്പോൾ അത് വിളിച്ചു പറഞ്ഞ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? അവൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. കാലത്തിന്റെ വിരിമാറിൽ അതാ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ, അതെ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വ്യക്തി പ്രഭാവം വേറെയില്ല. കാരണം എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, ആ പാലസ്തീനിൽ ആ കല്ലറ മാത്രം തുറന്നു കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ സരോജിനി നായിഡു എന്ന് പറയുന്ന മാന്യ വനിത ഗാന്ധിജിയുടെ കല്ലറ സന്ദർശിച്ചു. ആ ഗാന്ധിജിയുടെ കല്ലറ സന്ദർശിച്ചതിന് ശേഷം ഈ സരോജിനി നായിഡു പറഞ്ഞു, അല്ലയോ ബാപ്പുജി, നിങ്ങൾ എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നില്ല? കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയും ശേഷം 3-ാം നാൾ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റല്ലോ, എന്തുകൊണ്ട് പിന്നെ അങ്ങ് ഉയർത്തെഴുന്നേറ്റില്ല? അതെ, ഗാന്ധിജിയുടെ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. അത് മാത്രമല്ല, നിരീശ്വരവാദത്തിന്റെ നേതാവായിരുന്ന വോൾട്ടയർ, അദ്ദേഹം പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. നമുക്കറിയാവുന്നത് പോലെ ആംഗലേയ സാഹിത്യകാരനായ ഷേക്സ്പിയർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സാഹിത്യത്തിന്റെ മുടിചൂടാ മന്നൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ അക്കമിട്ട് പറഞ്ഞാൽ അനേകരുടെ കല്ലറകൾ അടഞ്ഞു കിടക്കുകയാണ്. ക്രൈസ്തവ ഗോളത്തിന് വളരെ പരിചയമുള്ള ഒരു വ്യക്തിയാണല്ലോ സാധു കൊച്ചുകുഞ്ഞുപദേശി. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്കുള്ളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇത് സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ മൺകൂടാരമാണ്. ആത്മാവ് അനേക ഗോളങ്ങളെ താണ്ടി കർത്താവിനെ എതിരേൽപ്പാൻ പോയിരിക്കുകയാണ്. ആത്മാവ് പോയി കല്ലറ അടഞ്ഞു കിടക്കുകയാണ്. കല്ലറ തുറന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ അനേകരുടെ കല്ലറകൾ അവിടെ ഇവിടെ അടഞ്ഞു കിടക്കുമ്പോൾ ഇതാ നസ്രയത്തുകാരന്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്. എന്റെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് കേവലം കിഴവിക്കഥകളല്ല, കേവലം കെട്ടുനാടകമല്ല. പിന്നെ എന്താണ്? പാലസ്തീന്റെ മണ്ണിൽ തുറന്നു കിടക്കുന്ന ഈ ഒരു കല്ലറ വിളിച്ചു പറയുന്നത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ പുനരുത്ഥാനം ചെയ്തവനാണ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആ തുറന്നു കിടക്കുന്ന കല്ലറ ഇന്നും 2000 വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് പോലും ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ എത്ര ആവേശം. ഇങ്ങനെയൊരു വ്യക്തി പ്രഭാവത്തെ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. രണ്ടാമത്തെ തെളിവ് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. മർക്കോസ് എഴുതിയ സുവിശേഷം
16-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അവൻ അവരോട്, ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രയനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഇവിടെയില്ല, അവനെ വെച്ച സ്ഥലം ഇതാ. ഇവിടെ അതിൻ്റെ പശ്ചാത്തലവും വേദപുസ്തകം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവർക്ക് വളരെ വ്യക്തമാണ്. ഇവിടെ ദൂതന്മാര് അവിടെ ഉണ്ടായിരുന്ന മഗ്ദലക്കാരത്തി മറിയയോട് സംസാരിക്കുന്നതായ വേദഭാഗമാണ്. ആരാണ് ഇവിടെ സംസാരിക്കുന്നത്? സ്വർഗത്തിലെ ദൂതൻ പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. നോക്കുക, ഇവിടെ പുനരുദ്ധാനത്തിന്റെ 2-ാമത്തെ തെളിവാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണ്? ദൂതന്മാര് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ആ നസ്രയത്തുകാരൻ ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ടതിന് ശേഷം അവൻ കല്ലറയിൽ വെച്ചു, ശരിയായ കാര്യമാണ്. എന്നാൽ ആ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ചായ്ച്ചിറങ്ങി വന്ന് പറയുകയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. വേദപുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൂതന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ സന്ദേശവാഹകരാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അലംഘനീയമായ സന്ദേശം ഈ കർത്താവ് ദൈവം ആഗ്രഹിക്കുന്നവരുടെ അടുക്കലേക്ക് എത്തിക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗത്തിലെ ദൈവിക സന്ദേശം മനുഷ്യർക്ക് കൊടുക്കുന്ന ദൂതന്മാരെ അവർ സന്ദേശവാഹകരായിട്ടാണ് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവം കൊടുത്തതായ അനേക സന്ദേശങ്ങൾ ഈ ദൂതന്മാരിലൂടെ കൈമാറിയതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറിയയോട് വന്നു പറഞ്ഞു ഒരു ദൂതൻ കർത്താവിന്റെ ജനന സമയത്ത്, എന്താണ്? അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. അതെ, അവൻ അത്യുന്നതന്റെ പുത്രനാണ്. കാരണം എന്താണ്? അവൻ ദൈവപുത്രനാണ്. ഇത് ദൈവം ആ മറിയയ്ക്ക് കൊടുത്തതായ ഒരു സന്ദേശമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ജോസഫിന് പ്രത്യക്ഷനായ ദൂതൻ പറഞ്ഞു, നീ അവളെ മറിയയെ ചേർക്കുവാൻ മടിക്കണ്ട, അവളിൽ ഉൽപ്പാദിതയായിരിക്കുന്നത് വിശുദ്ധ പ്രജയാണ് എന്ന് നാം കാണുന്നുണ്ട്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഈ ദൂതൻ തന്നെ ജോസഫിനോട് പറയുന്നുണ്ട്. അപ്പോൾ നോക്കുക, ഈ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൂതന്മാര് അനേക ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണുവാൻ കഴിയുന്നത് ഹെരോദാവിൻ രാജാവിന്റെ കാലഘട്ടത്തിൽ അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോകുവാൻ പറയുന്നത് ദൂതനാണ്. ഈ ഹെരോദാവിന്റെ മരണശേഷം നിങ്ങൾ തിരിച്ച് കടന്നു വരുവാൻ പറഞ്ഞു കൊടുക്കുന്നത് ദൂതനാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അങ്ങനെ കർത്താവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ അനേക ശുശ്രൂഷകൾ ഈ ദൂതന്മാര് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാ കല്ലറയ്ക്കുള്ളിൽ നിൽക്കുന്ന 2 ദൂതന്മാര് ദൈവത്തിന്റെ അലംഘനീയ സന്ദേശം കൊടുക്കുകയാണ്. എന്താണ് പറഞ്ഞത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല. നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെയാണോ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, വീണ്ടും പറയുകയാണ് ദൂതൻ, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനാണ്? ദൂതൻ അടിവരയിട്ട് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു. അവനെ നിങ്ങൾ എന്തിനാണ് ഇവിടെ അന്വേഷിക്കുന്നത്? അവനെ മരിച്ചവരുടെ കൂട്ടത്തിലല്ല അന്വേഷിക്കേണ്ടുന്നത്. പിന്നെ എവിടെയാണ് അന്വേഷിക്കേണ്ടുന്നത്? അവനെ ജീവനുള്ളവരുടെ ഒരിക്കൽ പോയി അന്വേഷിക്കുക എന്ന് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൂതന്മാര് പറയുന്ന വാചകങ്ങളെ നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ കഴിയുമോ? കഴിയും, അങ്ങനെ തന്നെ വിശ്വസിക്കുവാൻ കഴിയും. കാരണം എന്താണ്? ചരിത്രത്തിന്റെ വിരിമാറിലേക്ക് നോക്കിയാൽ ദൂതന്മാര് പറഞ്ഞതല്ല ആ നിലയിൽ തന്നെ നിറവേറപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സോദോം ഗോമോറ എന്ന് പറഞ്ഞ പട്ടണങ്ങൾ നശിച്ചില്ലേ? ഇന്നത് ചാവുകടലായി കിടക്കുകയല്ലേ? അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ചരിത്രം എന്താണ്? ഈ ലോത്തിനോട് ചെന്ന് ദൈവത്തിന്റെ ദൂതന്മാരാണ് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇവിടുന്ന് പൊയ്ക്കൊള്ളുക, ദൈവം അതിനെ നശിപ്പിക്കുവാനായിട്ട് പോകുകയാണ്. ചരിത്രത്തിലേക്കൊന്ന് നോക്കുക. ദൈവം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും വർഷിപ്പിച്ചുകൊണ്ട് ഈ സോദോമും ഗോമോറയും നശിപ്പിച്ചു കളഞ്ഞില്ലേ? എന്താണ് ദൂതന്മാര് പറഞ്ഞ കാര്യം? ആ നിലയിൽ തന്നെ പടിപടിയായി തന്നെ നിറവേറുവാൻ ഇടയായില്ലേ? പിന്നീട് നമുക്ക് പുതിയ
നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സെക്കറിയാവിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഈ ഒരു ദൂതൻ സെക്കറിയാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്കൊരു മകൻ ഉണ്ടാകുമെന്നുള്ളത്. തെല്ലും ആശങ്കയോടെ ഈ സെക്കറിയാവ് നിന്നു. എന്നാൽ ഈ ദൂതൻ പറഞ്ഞ സന്ദേശം ആ നിലയിൽ തന്നെ സത്യമായ കാര്യമായിരുന്നു. നോക്കുക, ഈ സെക്കറിയാവിന് യോഹന്നാൻ സ്നാപകൻ ജനിച്ചില്ലേ? അപ്പോൾ നോക്കുക, ദൂതന്മാര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ശരിയായ കാര്യങ്ങളാണ്. ദൂതന്മാർ പറയുന്ന വാക്കുകൾ അത് അവരുടേതായ വാക്കുകളല്ല, പ്രത്യുത അത് സ്വർഗത്തിലെ ദൈവത്തിന്റെ വാക്കുകളാണ്. അങ്ങനെയെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ മർക്കോസ് രേഖപ്പെടുത്തുകയാണ്, ദൂതന്മാരുടെ വാക്കുകൾ രേഖപ്പെടുത്തുകയാണ്. അവൻ ഇവിടെ ഇല്ല, ഇനി എന്ത് ചെയ്തു? അവൻ ഉയർത്തെഴുന്നേറ്റു. അതെ, അവൻ ഉയർത്തെഴുന്നേറ്റും ഇന്നും വിജയശ്രീ ലാളിതനായി ജീവിക്കുന്ന വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ദൂതന്മാര് സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും പറയുകയാണ്, ഇതാ അവനെ വെച്ച സ്ഥലം വന്ന് കാണുമേ. കാരണം എന്താണ്? ഇങ്ങനെയൊരു വ്യക്തിയെ കല്ലറയ്ക്കുള്ളിൽ കാണുവാൻ കഴിയുകയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മൂന്നാമതായി, ഈ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ തെളിവ് അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ. 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇവിടെ വൈദ്യനായ ലൂക്കോസ് തൻ്റെ അനുവാചകനായ തെയോഫിലോസിന് പറഞ്ഞു കൊടുക്കുന്ന ചരിത്രമാണ്. സഭയുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ താൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു വസ്തുത 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-3 വാക്യങ്ങൾ അവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു എന്ന് നാം വായിക്കുകയാണ്. അവൻ കാണിച്ചു കൊടുത്തു. ആര് കാണിച്ചു കൊടുത്തു? ഈ യേശു കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് കാണിച്ചു കൊടുത്തു. തൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങിയവനാണ് എങ്കിൽ ലൂക്കോസിന് ഒരിക്കലും പറയുവാനായിട്ട് കഴിയുകയില്ല. എങ്ങനെ പറയുവാൻ കഴിയുകയില്ല? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ കാണിച്ചു കൊടുത്തുവെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അവൻ അവർക്ക് കാണിച്ചു കൊടുത്തുവെന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ആർക്കൊക്കെയാണ് കർത്താവ് പ്രത്യക്ഷനായത്? അതെല്ലാം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ യോഹന്നാന്റെ ജീവിതത്തോട് തുലനം ചെയ്ത് പറയുമ്പോൾ യോഹന്നാനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ തന്റെ സുവിശേഷം എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെയാണ് യോഹന്നാൻ പറയുന്നത്, ഞങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നുവെന്ന് തൻ്റെ സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ യോഹന്നാൻ വീണ്ടും പറയുകയാണ്, ആ വചനം ജഡമായി തീർന്നു എന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വചനം ഉണ്ടായിരുന്നവനാണ്, അവൻ ജഡമെടുത്ത് തീർന്നു എന്നുള്ളതാണ്. അവൻ നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് യോഹന്നാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് യോഹന്നാൻ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്, അവൻ ജഡമെടുത്തു എന്നുള്ളതാണ്. പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ താളുകളെ പരക്കെ പരിശോധിച്ച് മറിച്ചു പോകുമ്പോൾ അവസാന അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ തിബിരിയാസ് കടൽക്ക് തീരപ്പുറത്ത് നിൽക്കുകയാണ്. അവന്റെ ശിഷ്യന്മാരോടൊപ്പം
ഈ യോഹന്നാൻ നിൽക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ സന്ദർഭത്തിൽ അവരെല്ലാവരും ഓർത്തു, ഞങ്ങൾക്കിനി മീൻ പിടിക്കുവാനായിട്ട് പോകണം. അതിന് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാനായിട്ട് പോകുകയാണ്. അങ്ങനെ അവർ മീൻ പിടിച്ചു. അന്ന് രാത്രി മുഴുവനും വലയിറക്കി. നമുക്കറിയാം, ഒരൊറ്റ മീൻകൂട്ടത്തെ പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങൾ വലത്തോട്ട് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. നാം വായിക്കുന്നത് എന്താണ്? അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടിയെന്ന് വായിക്കുന്നുണ്ട്. നോക്കുക, യോഹന്നാൻ അവനെയൊന്ന് സൂക്ഷിച്ചു നോക്കി. തന്നോട് സംസാരിക്കുന്നവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പത്രോസിനോട് പറഞ്ഞു, അല്ലയോ പത്രോസേ, അത് നമ്മുടെ യേശു കർത്താവാണ്. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ് നമ്മോട് സംസാരിച്ചത്. പത്രോസ് ഓടിപ്പോയി. യോഹന്നാൻ അവിടെ നിന്നു. ഈ കർത്താവിനെ കാണുവാനായിട്ട് ഇടയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചവനെങ്കിലും ഇതാ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം, ആ കർത്താവായ യേശു ക്രിസ്തു ദ്വീപിലായിരുന്നപ്പോൾ, വെളിപ്പാട് പുസ്തകം എഴുതിയപ്പോൾ ആ ദ്വീപിൽ കിടന്നുകൊണ്ട് ഈ കർത്താവിനെ കാണുന്ന അലംഘനീയമായ സന്ദർഭമുണ്ട്. കരിമ്പാറ കൂട്ടങ്ങളുടെ മധ്യേ അലറി ഇളകി വരുന്ന തിരമാലകളുടെ മുമ്പാകെ ഈ പത്രോസ് അപ്പോസ്തലൻ നിന്നു. അവനോട് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ ഒരു കർത്താവിനെയാണ് ഈ യോഹന്നാൻ കണ്ടത്. അവനെ കണ്ട് യോഹന്നാൻ മരിച്ചവനെ പോലെയായി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ മരിച്ചവനല്ല. അവൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിൽക്കുകയാണ്. യോഹന്നാൻ അത് വിളിച്ചു പറയുകയാണ്, ഇന്നും കർത്താവ് മരിച്ചു, അവൻ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങി എന്ന് പറയുന്ന എന്നെ കേൾക്കുന്നവർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ, ഇല്ല, അവനെ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. അതാ യോഹന്നാൻ അവനെ കണ്ടിരിക്കുകയാണ്. യോഹന്നാൻ കണ്ട കാര്യമാണ് തൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. അതുമാത്രമല്ല, തോമസിന്റെ ജീവിതം നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാം. കർത്താവായ യേശു ക്രിസ്തു ആഴ്ചവട്ടത്തിന്റെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ഈ ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. ആ സമയത്ത് തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ തോമസിനോട് മറ്റ് ശിഷ്യന്മാര് പറഞ്ഞപ്പോൾ, ഞങ്ങൾ കർത്താവിനെ കണ്ടു, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റവനായ നസ്രയത്തുകാരനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ തോമസിന് തെല്ലുമൊന്ന് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ അവന്റെ ആണിപ്പഴുതുള്ളതായ കൈകളിൽ കൈയിടാതെ അവന്റെ വിലാപ്പുറത്ത് സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തോമസ് വിശ്വസിക്കുകയില്ല. ഇന്നത്തെ പല ജനങ്ങളും പല വ്യക്തികളും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്താ? ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. തോമസും പറയുകയാണ്, ഞാൻ അവനെ നേരിൽ കാണാതെ വിശ്വസിക്കുകയില്ല. എന്നാൽ 1-2 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാർ ഒരിക്കൽ പിന്നീടും കൂടി വന്നപ്പോൾ അവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. കർത്താവ് തോമസിന്റെ അരികിലേക്ക് കടന്നുപോയി പറഞ്ഞു, ഇതാ ആണിപ്പഴുതുള്ളതായ എൻ്റെ കരങ്ങൾ, ഒരു നിമിഷം ഈ കൈക്കുള്ളിൽ നീ വിരലിടുക, ഇതാ എൻ്റെ വിലാപ്പുറം, ഇതിൽ നീ സ്പർശിക്കുക. നീ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതിരിക്കുന്നത്? അതേ പ്രിയപ്പെട്ടവരെ, ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് തോമസ് അവിടെ കർത്താവിന്റെ പാദപീഠത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഈ തോമസ് മനസ്സിലാക്കി, അവൻ കർത്താവുമാണ്, അവൻ ദൈവവുമാണ്. മരിച്ചവനാണ് എങ്കിൽ പോലും തുങ്കപ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെയെങ്കിൽ തോമസ് തന്റെ ജീവിതത്തിലൂടെ വിളിച്ചു പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇനിയും വ്യക്തികളുണ്ട് പറയുവാൻ ആവേശവും, അനേക വ്യക്തികളെ കുറിച്ച് പറയുവാൻ എനിക്ക് ആഗ്രഹവുമുണ്ട്. സ്തേഫാനോസിന്റെ ജീവിതത്തിലേക്കൊന്ന് നോക്കുകയെ. സ്തേഫാനോസിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് ലത്തീൻ ആ നില പള്ളിപ്രമാണികളും ദേശക്കാരും ആ നിലയിൽ ഈ
സ്തേഫാനോസിന്റെ അരികിൽ നിന്നു. സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ കൃപയും ജ്ഞാനവും നിറഞ്ഞവനായി സംസാരിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി സംസാരിച്ച് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്. എന്നാൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് സ്തേഫാനോസിന്റെ ഈ സന്ദേശം അത്രയും സഹിച്ച് കേൾക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഈ സ്തേഫാനോസിനെ അന്നത്തെ ജനം കല്ലെറിഞ്ഞു. ഓരോ കല്ലുകളും അവന്റെ തലയ്ക്കും ശരീരത്തിനും കൊള്ളുമ്പോൾ അവൻ ഒരു നിമിഷം മുട്ടുകുത്തിയിരുന്നു. അതാ സ്വർഗത്തിലേക്കൊന്ന് നോക്കിയപ്പോൾ നാം വായിക്കുന്നുണ്ട്, ഈ അപ്പോസ്തല പ്രവർത്തികൾ 8-ാമത്തെ അധ്യായത്തിൽ അവിടെ നാം വായിക്കുന്ന 7-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവൻ മേൽപോട്ട് നോക്കിയപ്പോൾ ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശുവും നിൽക്കുന്നത് കണ്ട്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അവൻ യേശുവിനെ എങ്ങനെയാണ് കണ്ടത്? ആ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായാണ് കണ്ടത്. സ്തേഫാനോസ് കാണുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിയല്ല, ജീവിച്ച് ദൈവമഹത്വത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ഒരു നസ്രയത്തുകാരനെയാണ് കണ്ടത്. അതുകൊണ്ട് സ്തേഫാനോസും വിളിച്ചു പറയുകയാണ്, അവൻ മരിച്ചിട്ടില്ല, അതാ ഞാൻ കാണുകയാണ്, സ്വർഗത്തിൽ അവനെ ഞാൻ കാണുകയാണ്, എന്നെ സ്വീകരിക്കുവാൻ അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തേഫാനോസ് വിളിച്ചു പറയുന്നു, തോമസ് വിളിച്ചു പറയുന്നു, അതാ യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. വ്യക്തി ജീവിതങ്ങളുടെ സാക്ഷ്യം പറയുകയാണ്, നസ്രയത്തുകാരൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, സ്തോത്രം. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. വ്യക്തി ജീവിതങ്ങൾ അവനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഇനിയും അനേകരെ കുറിച്ച് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എങ്കിലും ഞാൻ ആ വിഷയം അങ്ങനെ വിടുകയാണ്. വ്യക്തി ജീവിതങ്ങൾ അവനെ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത്, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ചുമ്മാ പറഞ്ഞ ഒരു കാര്യമല്ല, ചുമ്മാ പറഞ്ഞ കെട്ടുകഥയല്ല. പിന്നെ എങ്ങനെയാ? അവൻ കാണിച്ചു കൊടുത്തവനാണ്. ഈ നസ്രയത്തുകാരൻ ഉയർത്തെഴുന്നേറ്റു, അവൻ പുനരുദ്ധാനം ചെയ്തു. അടുത്തതായി 4-ാമത്തെ തെളിവ്, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് വളരെ സുപരിചിതമായ ഈ അധ്യായം. കാരണം പുനരുദ്ധാനത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേദപണ്ഡിതാക്കന്മാര് ഈ അധ്യായത്തെക്കുറിച്ച് പറയുന്നത് ഇത് പുനരുദ്ധാനത്തിൻ്റെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു അധ്യായമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഈ പുനരുദ്ധാനത്തെ വിവരിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഒരു മുഖവുര പോലെ പറയുകയാണ്. എന്താണ്? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയാണ്. എന്നാൽ ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ എന്ത് ചെയ്തു? അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വായിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അവൻ തിരുവെഴുത്തുകളിൻ പ്രകാരമാണ് ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ രാത്രിയിൽ പറയട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ 4-ാമത്തെ തെളിവെന്ന് പറയുന്നത്, കർത്താവിന്റെ പുനരുദ്ധാനം പ്രവചനങ്ങൾ നിറവേറിയതുപോലെയാണ്. പ്രവചനാധിഷ്ഠിതമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനവും മരണവും പുനരുദ്ധാനവും തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ, എപ്പോൾ, എവിടെ ജനിക്കുമെന്നൊക്കെ പ്രവാചകന്മാര് കാലേ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് പ്രവചനം.
സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ മുൻപ് കൂട്ടി പറയുകയാണ്. ദൈവിക സന്ദേശങ്ങളെ മുൻകൂട്ടി പറയുകയാണ്. പ്രവാചകന്മാര് പഴയ നിയമത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാണുന്ന പ്രവാചകന്മാരല്ലായിരുന്നു ആ നാളുകളിൽ ഉണ്ടായിരുന്നത്. ആ നാളുകളിൽ ദൈവം തന്നെ ഉപയോഗിക്കുന്നതായ പ്രവാചകന്മാരാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലും പഴയ പല പ്രവാചകന്മാരും കടന്നു വരുന്നുണ്ട്, പലതും പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ പ്രസ്താവിച്ചതിന് ശേഷമാണ് അവർക്ക് പോലും അമളി പറ്റി എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ അഭിഷക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അവരെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ കർത്താവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ച് അനേക തിരുവെഴുത്തുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആട്ടെ, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമാണോ? അല്ല. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രമല്ല പ്രവചനപരമായി പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എങ്ങനെ ജനിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യമായ കാര്യമാണ്. യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ 7-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്താ? കന്യക ഗർഭിണി ഒരു മകനെ പ്രസവിക്കും എന്നുള്ളതാണ്. നോക്കുക, കർത്താവ് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ യെശയ്യാവ് പറയുകയാണ്, കന്യകയിലൂടെ ഒരു കുഞ്ഞ് ജനിക്കും എന്നുള്ളതാണ്. പിന്നീട് കാലമൊന്ന് മാറിയൊഴുകിയപ്പോൾ മറിയ എന്ന കന്യകയിലൂടെ ഈ ലോകത്തിലേക്ക് ഭൂജാതനായി ഈ കർത്താവായി യേശുക്രിസ്തു. അവനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ വിശുദ്ധ പ്രജ എന്നാണ്. വിശുദ്ധ പ്രജ. അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെയുള്ളവനാണ്. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ്. അങ്ങനെയെങ്കിൽ യെശയ്യാവ് അനേക വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, അങ്ങനെ ഒരു വ്യക്തി ജനിക്കും, ആ മശിഹ ജനിക്കും. അവന്റെ ജനനം എന്ന് പറയുന്നത് കന്യകയിലൂടെയുള്ളതായ ജനനമാണ്. അത് മാത്രമല്ല പറഞ്ഞത്, ഇനി എവിടെ ജനിക്കുമെന്ന് പ്രവാചകന്മാർ പറഞ്ഞു. മീക എന്ന് പറയുന്ന പ്രവാചകൻ പറഞ്ഞു. മീകയുടെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം, അതും നമുക്കറിയാം. എന്താണ്? നീയോ ബത്ലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങളിൽ നീ ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ജനനം പണ്ടേയുള്ളതും പുരാതനവും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അവിടെ ആ കർത്താവ് എങ്ങനെയാണ് ജനിക്കുന്നത്? എവിടെയാണ് ജനിക്കുന്നത്? അവൻ ബത്ലഹേമിലാണ് ജനിക്കുന്നത്. പ്രവാചകൻ വളരെ കൃത്യമായി പറഞ്ഞു, അവൻ ബത്ലഹേമിലെ എഫ്രാത്തയിൽ ജനിക്കും എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം അതും പ്രവാചകന്മാർ പറഞ്ഞു. കാലമൊന്ന് മാറിയൊഴുകിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു ബത്ലഹേമിൽ ഭൂജാതനായി. അതുകൊണ്ടാണല്ലോ ക്രിസ്മസിൽ പോലും നാം പാടി നടക്കുന്നത് ബത്ലഹേമിൽ ജനിച്ച ഒരു വ്യക്തിയെ കുറിച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ ബത്ലഹേമിൽ ജനിച്ചത് ഇതാ പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനത്തിന് അധിഷ്ഠിതമാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും പ്രവചനങ്ങൾ അനവധിയുണ്ട്. അവന്റെ മരണത്തെ കുറിച്ച് സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്താണെന്നറിയാമോ? അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ 16-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, നിന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് എന്താണ്? അവൻ പാതാളത്തിലേക്ക് പോകുകയില്ല, അവന്റെ ജഡം പരിശുദ്ധനായവൻ ദ്രവത്വം കാണുകയുമില്ല. അങ്ങനെയെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മരണത്തെ വെന്ത് ആ കർത്താവായ യേശുക്രിസ്തു ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് ഞാൻ പറയുന്ന കാര്യമല്ല. അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ അടിവരയിട്ട് പറഞ്ഞ ഒരു വസ്തുതയാണ്. അങ്ങനെയെങ്കിൽ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ, താൻ എവിടെ ജനിക്കും അത് നിവർത്തിയായെങ്കിൽ, താൻ എങ്ങനെ ജനിക്കും അതും നിവർത്തിയായെങ്കിൽ, പ്രവാചകൻ പറഞ്ഞ ഉയർത്തെഴുന്നേൽപ്പും പുനരുത്ഥാനവും അത് അങ്ങനെ തന്നെ നിറപടിയായി തന്നെ നിറവേറിയ ഒരു യാഥാർത്ഥ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു പ്രവചനാധിഷ്ഠിതമായി ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ്. 5-ാമത്തെ ഒരു വസ്തുതയെ ഞാൻ പറയട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ 5-ാമത്തെ സവിശേഷത, അതിന്റെ 15-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം
ഒന്ന് കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിങ്ങളിൽ ചിലർ പറയുന്നത്, എങ്ങനെ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഈ കർത്താവിനെ കുറിച്ച് പറയുകയാണ്. ഈ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ, എന്ന് പറഞ്ഞാൽ മരിച്ചവരിനി ഉയർത്തെഴുന്നേൽക്കത്തില്ല എങ്കിൽ, പിന്നീട് പറയുന്നത് എന്താണ്? ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുക, ഇനി പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കർത്താവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ശേഷം പറയുകയാണ്, പിന്നീട് എന്താ പറയുന്നത്? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളിങ്ങനെ തൊണ്ട പൊട്ടി പ്രസംഗിക്കുന്നത് വ്യർത്ഥമാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇതുവരെ പിടിച്ചുകൊണ്ടുവന്ന വിശ്വാസവും വ്യർത്ഥം. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പുനരുദ്ധാനത്തെക്കുറിച്ച് തെളിയിക്കുന്നത് നമുക്ക് താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ എന്നെ ചിന്തിപ്പിച്ചത് അങ്ങനെയല്ല, ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാകുന്നു എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പൗലോസിന് മുമ്പ് തന്നെ അനേകരുടെ പ്രസംഗങ്ങൾ തിരുവെഴുത്തുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുന്ന അനേക പ്രസംഗങ്ങൾ തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാമത്തെ അധ്യായം, ഞാനത് തെല്ലുമൊന്ന് പറഞ്ഞു പോകുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അവിടെ പെന്തക്കോസ്ത് നാള് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അപ്പോസ്തലന്മാർ യെരുശലേമിലായിരുന്നു. അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി പത്രോസ് ശേഷം 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് നാം വായിക്കുന്നുണ്ട്, അവരെല്ലാം അമ്പരന്നു പോയി. അത് മാത്രമല്ല, അവർ ഭ്രമിച്ചുവെന്ന് നാം വായിക്കുകയാണ്. അവരുടെ പ്രസംഗം കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെടുവാനായിട്ടിടയായി, അവർ ഭ്രമിച്ചു, ചഞ്ചലപ്പെടുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഈ പത്രോസ് വിളിച്ചു പറയുകയാണ്, എന്താണെന്നറിയാമോ? 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ പറയുകയാണ്, ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ച് കൊന്നു എന്ന് നാം വായിക്കുകയാണ്. പത്രോസ് ഉറക്കെ പ്രസംഗിക്കുകയാണ്, നിങ്ങളാണ് കൊന്നുകളഞ്ഞത്, നിങ്ങളാണ് കൊന്നുകളഞ്ഞത്, ഈ നസ്രയത്തുകാരനെ നിങ്ങളാണ് കൊന്നുകളഞ്ഞത്. ശേഷം വീണ്ടും പത്രോസ് പ്രസംഗിക്കുകയാണ്. താഴേക്ക് വായിച്ചു വരുമ്പോൾ ഈ സങ്കീർത്തന പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് പറയുകയാണ്. അതിന്റെ 31-ാമത്തെ വാക്യം, അവനെ പാതാളത്തിൽ വിടുകയില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുൻപ് കൂട്ടി തന്നെ പ്രസ്താവിച്ചു എന്ന് ഈ പത്രോസ് രേഖപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഈ പത്രോസിന്റെ പ്രസംഗം വ്യർത്ഥമല്ല. കാരണം എന്താണ്? അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ആ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിച്ചില്ല. പിതാവായ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീണ്ടും അധ്യായങ്ങൾ മറിച്ചു വരുമ്പോൾ വീണ്ടും പത്രോസിന്റെ പ്രസംഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വീണ്ടും പത്രോസ് പറയുകയാണ്, പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തറപ്പിച്ചു, കൊലപാതകനെ വിട്ടുതരണമെന്ന് ചോദിച്ചു, ജീവനായകനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. എന്നിട്ട് ശേഷം പത്രോസ് പ്രസംഗിക്കുകയാണ്, ദൈവമോ മരിച്ചവരിൽ നിന്ന് അവനെ എഴുന്നേൽപ്പിച്ചു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ പുനരുദ്ധാനം ചെയ്തിരിക്കുന്നുവെന്ന് പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസിന്റെ പ്രസംഗം വ്യർത്ഥമല്ല. പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യം വ്യർത്ഥമല്ല. കാരണം എന്താണ്? ഈ പത്രോസ് അടിവരയിട്ട് പറഞ്ഞു, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ദൈവത്വം കണ്ടില്ല, അതിനു മുൻപേ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പത്രോസ് മാത്രമല്ല പറഞ്ഞത്, യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രസംഗവും അത് തന്നെയാണ്.
അതാണ് നാം 13-ാമത്തെ അധ്യായത്തിൽ കണ്ടത്. എന്താണ്? ശേഷം പുരുഷാരത്തോട് കൂടെ നിന്ന ഈ പൗലോസ് വിളിച്ചു പറയുകയാണ്. എന്താണ്? ദൈവമോ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനേകർ അവനെ കൊല്ലണമെന്ന് ആക്രോശിച്ചപ്പോഴും അന്ന് അവനെ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തപ്പോഴും അതാ പൗലോസ് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എങ്ങനെ? ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. കാരണം എന്താണ്? അപ്പോസ്തലന്മാർ അന്ന് തൊട്ടേ ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. നാം വായിക്കുന്നുണ്ട്, ഈ കർത്താവിന്റെ വചനം കേട്ടവർ അവർ വിസ്മയിച്ചു. ഈ കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച് കേട്ടവർ വിസ്മയിച്ചു, അതിൽ വിശ്വസിച്ചു. കാരണം എന്താണ്? അനേക വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലസ്തീന്റെ വിരുമാറിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അവനെ ആരും മനസ്സിലാക്കിയില്ല. എന്നാൽ അവൻ മരിച്ചു കഴിഞ്ഞു, അവൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞു. അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ മനസ്സിലായി, അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ മശിഹായാണ്, അവിടുന്ന് ദൈവം അയച്ച തന്റെ ഏകജാതനായ പുത്രനാണ്, അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. പ്രിയപ്പെട്ടവരെ, അതാ പൗലോസും പ്രസംഗിക്കുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ വളരെ സ്പഷ്ടമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനാണ്. എൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നുവെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഞാൻ പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അത് നമുക്ക് ബോധ്യമുണ്ടാകേണ്ട ഒരു വസ്തുതയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു, ശരിയാണ്. അവനെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്, ശരിയാണ്. അവനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. അങ്ങനെയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് പാപങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഒരു മരണമായിരുന്നു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ എന്താണ് പറഞ്ഞത്? ഞാൻ നീതിമാന്മാരെയല്ല, പറഞ്ഞാട്ടെ, ഞാൻ പാപികളെ അന്വേഷിച്ചു വന്നവനാണ്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്നതാണ്, പാപികളായ മനുഷ്യരെ അന്വേഷിച്ചു വന്നതാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, കർത്താവ് കടന്നു വന്നത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായിട്ടാണ്. പാപത്തിൽ നടന്നവരായ, പാപത്തിൽ മൂടപ്പെട്ടു പോയ മാനവകുലത്തെ രക്ഷിക്കുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നത്. ഈ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുമ്പോൾ ഒരു നീതിമാന്മാരെ പോലും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. എല്ലാ മനുഷ്യരും പാപികളായി തീർന്നിരിക്കുകയാണ്. മനുഷ്യന്റെ മുമ്പിൽ പാപം അതിന്റെ താണ്ഡവ നൃത്തം ആടിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ ഇന്ന് പാപത്തെ പച്ചവെള്ളം പോലെ കുടിക്കുകയാണ്. ജീവിതത്തിൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, വ്യക്തി ജീവിതങ്ങളിൽ സമാധാനമില്ല. അങ്ങനെ പാപം അതിന്റെ തേർവാഴ്ച കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് വിരുദ്ധമായി ചെയ്യുന്നത് എല്ലാം പാപമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, പാപം കടും ചുവപ്പാണ്, പാപം മലിനമാണ്, പാപം മുദ്രയിട്ട് വെച്ചിരിക്കുകയാണ്, പാപം ദൈവത്തിന്റെ സഞ്ചിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും പാപികളാണ്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് ഒരു രക്ഷകനെ ആവശ്യമായി വന്നു. ആ രക്ഷകനെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ സവിസ്തരം പ്രസ്താവിക്കുന്നത്, നസ്രയത്തുകാരനായ യേശു ക്രിസ്തു. ഇവനല്ലാതെ വേറെ ഒരു രക്ഷകനില്ല. പൗലോസ് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ആ നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അതേ പ്രിയപ്പെട്ടവരെ,
രക്ഷിക്കപ്പെടുവാൻ ഈ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. അവൻ മരിച്ചു, വേദനകൾ മൂലം അവൻ മരിച്ചു. റോമ പടയാളികൾ അവനെ പിടിച്ചു, അവനെ തടവിലാക്കി, മതകോടതികൾ മാറി മാറി വിസ്തരിച്ചു. എന്നാൽ മരണത്തിന്റെ ശിലകളെ ഭേദിച്ച് അവൻ പുനരുദ്ധാനം ചെയ്തിരിക്കുകയാണ്. പൗലോസിന്റെ പ്രസംഗം വ്യർത്ഥമല്ല, പത്രോസിന്റെ പ്രസംഗം വ്യർത്ഥമല്ല, നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. ഈ കർത്താവിനെ, പുനരുദ്ധാനം ചെയ്ത കർത്താവിനെ കാണുന്ന ഒരു സമയം അത് ആസന്നമായിരിക്കുകയാണ്. അനന്തവിദൂര ഭാവിയിൽ ആകാശമണ്ഡലങ്ങളെ വാഹനമാക്കിക്കൊണ്ട് ഈ കർത്താവ് കടന്നു വരുമ്പോൾ ഈ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നാം അവനെ മുഖാമുഖം കാണുവാൻ പോകുകയാണ്. സ്തോത്രം, സ്തോത്രം. തേജസ്കരിക്കപ്പെട്ടവനായി നാം അവനെ കാണുവാൻ പോകുകയാണ്. അവൻ മരിച്ചവനെങ്കിലും പുനരുദ്ധാനം ചെയ്തവനാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് കേവലം കെട്ടുകഥയല്ല, ഇത് കേവലം കിഴവിക്കഥയല്ല, ആരെങ്കിലും പറഞ്ഞു വിടുന്നതായ ഒരു നടക്കാത്ത സംഭവവുമല്ല. ഇത് നടന്ന, ചരിത്രത്തിൽ നടന്നതായ സംഭവമാണ്. ഇന്നെന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് കടന്നു വരുവാനിടയായി. കർത്താവ് മരിച്ചുപോയൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ, കർത്താവിൻ്റെ കല്ലറ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളാരും ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് മറ്റാരെക്കുറിച്ച് പ്രസംഗിക്കുവാൻ താല്പര്യമില്ല എന്നുള്ളതല്ല, പക്ഷേ ഇതുപോലൊരു വ്യക്തിപ്രഭാവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയില്ല. എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയുടെ ക്രൂശിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഒരു പക്ഷേ നിങ്ങൾ എങ്ങനെയുമായിരിക്കുന്ന ഒരാളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലും ആയിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, കർത്താവ് എന്തിനു വേണ്ടിയാണെന്നറിയാമോ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? പ്രിയ സ്നേഹിത, താങ്കൾക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അവൻ പുനരുദ്ധാനം ചെയ്ത വ്യക്തിയാണ്. പൗലോസിന്റെ വാക്കുകളെ കടമെടുത്തു പറഞ്ഞാൽ വീണ്ടും വീണ്ടും പൗലോസ് പറയുകയാണ്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കർത്താവിന് മഹത്വം. അവൻ ഉയർത്തെഴുന്നേറ്റപ്പെട്ടവനാണ്. നമുക്ക് ആ കർത്താവിൻ്റെ ഒരിക്കലേക്ക് കടന്നു ചെന്ന് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാനായിട്ട് കഴിയും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് വളരെ വിനയമായി ഞാൻ പറയട്ടെ, ഈ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ പാപത്തെ താലോലിച്ചുകൊണ്ട്, നിങ്ങളുടെ രഹസ്യ പാപത്തെ നിങ്ങളും ഇന്ന് അതിൽ സന്തോഷം കണ്ടെത്തി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? ഒരു പക്ഷേ നിഷ്ഫലമാകുന്ന സന്തോഷത്തെ ഓർത്ത് ഈ ക്രിസ്തുവിലുള്ളതായ രക്ഷയെ നിങ്ങൾ കരസ്ഥമാക്കാതെ പോകരുത്. ഈ കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന് നാളുകളിൽ നല്ലൊരു ജീവിതം നയിക്കുവാൻ, ക്രിസ്തുവുള്ള ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. അതിൻ്റെ തെളിവുകളാണ് നാം കണ്ടത്. തുറന്നു കിടക്കുന്ന കല്ലറ കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ തെളിവാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ, അത് പുനരുദ്ധാനത്തിൻ്റെ തെളിവാണ്. ഈ പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് തെളിവാണ്. നാം അവസാനമായി കണ്ടു അവരുടെ വിശ്വാസവും, യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും, അതും പുനരുദ്ധാനത്തിൻ്റെ വലിയൊരു തെളിവാണ്. കർത്താവ് സഹായിക്കട്ടെ. ഈ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ശിഷ്ടകാലം മുൻപോട്ട് നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.